വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണമെന്ന് സംശയം. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ ഓടിക്കാൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബത്തേരി വടക്കനാട് സ്വദേശി രാജീവാണ് മരിച്ചത്. രാജീവ് വീണ് കിടന്ന സ്ഥലത്ത് കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദീപക് മോഹൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ ദീപക് മോഹൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, കാട്ടാന ആക്രമണമെന്നാണോ നാട്ടുകാർ പറയുന്നത്? തെളിവുകളുണ്ടോ? അവിടെ കാട്ടാനയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടുവെന്ന് പറഞ്ഞു. മറ്റെന്ത് സാധ്യതയുള്ളത്? പരിക്ക് പറ്റിയിട്ടുണ്ടോ രാജീവിന്? അരുൺകുമാർ, ഇന്നലെ രാത്രി 9:30 കൂടി രാജീവ് പുറത്തിറങ്ങുന്നു. വീടിന് സമീപത്ത് രാജീവിന് കൃഷിയുണ്ട്. ആ കൃഷിയിടത്തിൽ ആനയുടെ ശബ്ദം, ആന ഇറങ്ങിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പിന്നീട് ആനയുടെ ചിഹ്നം വിളിയൊക്കെ കേട്ടതിനെ തുടർന്നാണ് ഈ മേഖലയിൽ എത്തിയത്. പക്ഷേ രാത്രി വൈകിയും രാജീവിനെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളും വീട്ടുകാരും നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ സ്ഥലത്ത് കണ്ടത്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് നോക്കുമ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടായ സ്ഥലം എന്ന് തന്നെ വേണം പറയാൻ. കാരണം രാജീവിൻ്റെ ചെരുപ്പും ഒപ്പം രാജീവിൻ്റെ തൊപ്പിയുമുണ്ട്. ആനയുടെ പരാക്രമം നടന്ന രീതിയിലുള്ള തെളിവുകൾ എന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇന്നലെ രാത്രി പ്രദേശവാസികൾ പറയുന്നത് രാത്രി ആന വലിയ തോതിൽ ചിഹ്നം വിളിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഈ മേഖലയിലൊക്കെ തന്നെ കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഈ വടക്കനാട്, പച്ചാടി ഈ മേഖലയിൽ തന്നെ മുൻപ്, അതായത് വടക്കനാട് കൊമ്പൻ എന്നുള്ളൊരു ആനയൊക്കെ മുൻപ് പിടികൂടിക്കൊണ്ടുപോയി കുങ്കിയാനയാക്കി മാറ്റിയ സ്ഥലമാണ്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കർഷകർ ഏറെയുള്ള സ്ഥലമാണ്. പക്ഷേ നാളുകളേറെയായി ഇവർ വന്യജീവി ശല്യം മൂലം കൃഷിവിളകളൊന്നും തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഞാൻ വന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് കാട്ടാനെ കൊണ്ട് ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ വൈകുന്നേരമൊക്കെ വരുന്ന വഴിക്കൊക്കെ ഇവിടെയൊക്കെ കാട്ടാനെ കാണാറുണ്ടോ? ഇതെല്ലാം ദിവസവും കാണുന്നുണ്ട്. കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം വളരെ ഇതന്നെ ഫെൻസിങ് എല്ലാം ഇട്ടിട്ടാണ്. വളരെ ശക്തമായ ഫെൻസിങ്ങും കാവലും ഇവനെല്ലാ സമയത്തും വളരെ കെയറായി നിന്ന് ആൾക്കാരൊക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്നത് തന്നെ. ആ കൃഷി ഇപ്പോൾ ഈ ആന ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാപ്പിത്തോട്ടത്തൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഇന്നലെ രാത്രി ശബ്ദം കേട്ടിരുന്നു. ഇവിടെ ഒരു മാഷ് ഈ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ വരുന്നത്. ഇതിലൊരു വഴിയുണ്ട്. അപ്പോൾ ഈ ആനച്ചാലാണ്, ആന പോകുന്ന വഴി. ആനയല്ല, നമ്മൾ നടന്നു വന്ന് നോക്കുന്ന വഴിയാണ്. ആ വഴിക്കാണ് ഇത് ആന കണ്ടിട്ട് ആന ഓട്ടിച്ച ഒരു പാട് പോലെയാണ് നമുക്ക് ഈ ചവിട്ട് കാണാം. അപ്പോൾ ഈ ചവിട്ടിലൂടെ അവൻ്റെ ചെരുപ്പും ഇതൊക്കെ ഇവിടെ കാണുന്നതാണ്. ആന പിടിച്ച് തട്ടിയിട്ട് അതാണ് അവസ്ഥ. ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണല്ലേ? സ്ഥിരമായിട്ട് കാട്ടാന തന്നെയല്ല, വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ശല്യമാണ്. കാട്ടാന, കടുവ, കരടി, എല്ലാ മൃഗങ്ങളും. അരുൺകുമാർ, ഈ കാണുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് എതിർഭാഗത്താണ് രാജീവൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലം. വാഴകൃഷിയാണ്. ആ മേഖലയിലൊക്കെ തന്നെ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ചുറ്റുഭാഗവും ഫെൻസിംഗ് ഉണ്ട്. പക്ഷെ ആ ഫെൻസിംഗ് ഒക്കെ തകർത്താണ് കാട്ടാന ഇങ്ങോട്ട് വരുന്നത്. ഫെൻസിംഗ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കാങ്ങി ഫെൻസിംഗ് ഇട്ടിട്ടുണ്ട്. അത് വെറുതെ ജനങ്ങളുടെ നികുതി പൈസ മുടിക്കുക എന്നല്ലാതെ കർഷകരായ ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ വന്യമൃഗ ശല്യമല്ല, വന്യമൃഗ ആക്രമണമാണ്. അതിന് ഇരയായേക്കുന്നതാണ് നമ്മുടെ സഹോദരൻ. അരുൺകുമാർ, അത് തന്നെയാണ്. വന്യമൃഗ ശല്യമല്ല, വന്യമൃഗ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിൽ തന്നെയാണ്. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. കർഷകർ ഏറെ ഉള്ള ഒരു മേഖലയാണ്. പക്ഷേ കർഷകർക്കൊന്നും സമാധാനത്തോടുകൂടി കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഏതായാലും രാജീവിൻ്റെ മൃതദേഹം ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും വന്യമൃഗ ആക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുക. പക്ഷേ ഇവിടെ ഈയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കാട്ടാനയുടെ ആക്രമണത്തിലാണ് രാജീവിന് ജീവൻ നഷ്ടമായത് എന്നാണ് അരുൺ. ഓക്കെ, രാജീവ് വീണ് കിടന്ന സ്ഥലത്ത് കാട്ടാനയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സംശയം ശക്തിപ്പെടുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണ്. പക്ഷേ ശരീരത്തിൽ പരിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ ആനയെ കണ്ട് ഭയന്നു പോയതാവാം. എന്തായാലും രാജീവിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.